വയനാട്ടിലെ ദുരിതഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സല്യൂട്ട് അടിച്ച് നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം എത്തുകയുണ്ടായി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. തന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയനെ കുറിച്ചും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരുടെ ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു കുറിപ്പ് എത്തിയത്. വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകർന്ന് നിസ്വാർത്ഥമായ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻപന്തിയിൽ നിന്ന് എന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. മുമ്പ് നമ്മൾ ഇതുപോലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുഷ്കര സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി തെളിയിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണെങ്കിലും പിന്നീട് വന്ന കമന്റുകൾ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം ഇതുപോലുള്ള നടന്മാർ അവർക്ക് വേണ്ടി എന്ത് സഹായമാണ് നൽകിയത് എന്നറിയാനായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. ഇതായിരുന്നു ഒരു സാധാരണ മലയാളി എല്ലായിടത്തും വന്ന് തിരക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ നടൻ വയനാടിന് നൽകിയ സംഭാവനയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഐക്യം മാത്രമേ ഉള്ളൂ, സഹായങ്ങളും സംഭാവനകളും ഒന്നുമില്ലേ എന്നാണ് ചിലർ കുറിക്കുന്നത്. അന്യസംസ്ഥാനത്തുള്ളവർ വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. സാർ ഇപ്പോഴും പോസ്റ്റിട്ട് കളിക്കുന്നു, ദയനീയം എന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ഇപ്പോൾ പോസ്റ്റ് അല്ല, ചെമ്പുകൊട് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ. വയനാടിനായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അപേക്ഷകളും ആവശ്യങ്ങളും ചിലർ പോസ്റ്റിന് കമന്റായി കുറിക്കുന്നുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന നിരവധി ഫൗണ്ടേഷനുകളുണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവരൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. കഴിഞ്ഞ തവണ പല ദുരിതങ്ങളും കേരളത്തിൽ സംഭവിച്ചപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മോഹൻലാൽ നാളെ വയനാട്ടിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മോഹൻലാൽ നാളെ വയനാട്ടിലേക്ക് എത്തും എന്ന രീതിയിലുള്ള വാർത്തകൾ. എന്തായാലും അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ 25 ലക്ഷം കൈമാറി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. വയനാടിന് ഒരു ലാൽ സ്പർശം എന്ന ഹെഡിങ്ങോടുകൂടി അവർ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്ന സംഭവം തന്നെ. ആസിഫ് അലിയുടെ വാക്കുകളും ഇതൊക്കെയായിരുന്നു. ആസിഫ് അലിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായമായി എത്തിയിരുന്നു. ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആസിഫ് അലി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര തുകയാണ് നൽകിയതെന്ന് ആസിഫ് അലി വെളിപ്പെടുത്തിയിട്ടില്ല. നൽകിയ തുകയുടെ ഭാഗം മറച്ചുവെച്ചാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളാണ് ആസിഫിന്റെ പ്രവർത്തനത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. ധനസഹായം നൽകിയതിനൊപ്പം വയനാട്ടിന്റെ അതിജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നടത്തണമെന്ന് അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. വയനാടിന്റെ അതിജീവനത്തിനു വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാത്ത കഴിയുന്ന വിധം ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നാണ് ആസിഫിന്റെ വാക്കുകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 2-ന് റിലീസ് ചെയ്യേണ്ടിരുന്ന ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് ചിത്രം അഡിയോസ് അമീഗോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് വയനാടിന് താങ്ങും തണലുമായി ആസിഫ് അലി എത്തുന്നത്. നിരവധി ആരാധകരാണ് ആസിഫിന്റെ ആ നല്ല മനസ്സിന് കൈയിടിയുമായി എത്തുന്നത്. ആസിഫിന് പുറമെ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, നസ്രിയ, പേളിമാണി, ശ്രീനീഷ് തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും 35 ലക്ഷം രൂപ കൈമാറി. ആദ്യഘട്ടമായി മമ്മൂട്ടി 20 ലക്ഷവും ദുൽഖർ 15 ലക്ഷവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കാർത്തി, സൂര്യ, ജ്യോതികയും ചേർന്ന് 50 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടായി. നടന്മാരായ കമലഹാസൻ, വിക്രം എന്നിവർ 20 ലക്ഷവും നടി രശ്മിക മന്ദന 10 ലക്ഷവും നൽകി. ഫഹദ് ഫാസിലും നസ്രിയയും ചേർന്ന് 25 ലക്ഷവും നൽകിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, വ്യാപാരി രവി പിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം പോർട്ട്, അദാനി ഗ്രൂപ്പ്, KSFE എന്നിവരും 5 കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന സിനിമ റിലീസുകളും ആഘോഷങ്ങളും മാറ്റിവെച്ചു. സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവനകൾ നൽകി മുന്നിലുണ്ട് സെലിബ്രിറ്റികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവനകൾ നൽകുന്നത്.